അമേരിക്കയുടെ ആധിപത്യം ഏറെക്കുറെ ഒരു സ്വകാര്യ വ്യക്തിയിലേക്ക് എത്തി നിൽക്കുന്ന അവസ്ഥയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ യുദ്ധരഹസ്യങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുകയും അതും വളരെ രഹസ്യ സ്വഭാവമുള്ള ചൈനയുമായി സാധ്യതയുള്ള ഒരു യുദ്ധത്തെ സംബന്ധിച്ചുള്ള അമേരിക്കൻ സൈന്യത്തിന്റെ പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ മസ്കിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. 2 അമേരിക്കൻ ഉദ്യോഗസ്ഥരിൽ നിന്നാണ് ഇങ്ങനൊരു വിവരം കിട്ടിയതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ നിന്നും വളരെ വ്യക്തമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് മേൽ മസ്കിനുള്ള സ്വാധീനം. ലോകരാജ്യത്തിന്റെ തലവനെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുന്ന മസ്കിന് ഇതിനേക്കാൾ ഏറെ ചെയ്യാൻ കഴിയുമെന്നതിൽ സംശയമില്ല. എന്നാൽ സ്വന്തം രാജ്യത്തെയും ഭരണ സംവിധാനങ്ങളെയും ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തിട്ട് ട്രംപ് നടത്തുന്ന കൈവിട്ട കളി ഒരിക്കലും നല്ലതിനാവില്ല. മസ്കിന്റെ സ്വരമായി മാറിയിരിക്കുന്നത് ഇവിടെ സത്യത്തിൽ ട്രംപാണ്. അതീവ രഹസ്യവും സങ്കീർണവുമായ സൈനിക പദ്ധതികളാണിവ. അത്തരം കാര്യങ്ങൾ മസ്കുമായി പങ്കിടുന്നത് ദേശീയ സുരക്ഷയെയും രഹസ്യ സ്വഭാവത്തെയും കുറിച്ചുള്ള ആശങ്കകളും ഉയർത്തുന്ന ചോദ്യങ്ങൾ നിരവധിയാണ്. മസ്കിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായ ട്രംപിനെ വിശ്വസിച്ച് എത്ര കാലം അമേരിക്കയിലെ ജനങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് കണ്ടറിയുക തന്നെ വേണം. അതും മസ്കിന്റെ നയങ്ങളിലൂടെ രാജ്യം അലോസരപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ. പ്രസിഡന്റ് ട്രംപിന്റെ ഉപദേഷ്ടാവ് എന്ന നിലയിലാണ് മസ്ക് അമേരിക്കൻ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്നത്. അത് മാത്രമല്ല, ചൈനയുമായി വിപുലമായ ബിസിനസ് ബന്ധങ്ങൾ ഉള്ളയാളുമാണ് മസ്ക്. സ്പേസ് എക്സിന്റെയും ടെസ്ലയുടെയും സിഇഒ എന്ന നിലയിൽ മസ്കിന് ചൈനയിൽ കാര്യമായ സാമ്പത്തിക താല്പര്യങ്ങളുമുണ്ട്. 20 മുതൽ 30 വരെയുള്ള ചിത്രങ്ങളും വീഡിയോകളും ഉൾപ്പെടുത്തിയുള്ള ഒരു പവർ പോയിന്റിൽ കൂടിയാണ് ചൈനയ്ക്കെതിരായ സൈനിക പദ്ധതികൾ മസ്കിനെ കൂടി ഉൾപ്പെടുത്തുന്ന ചർച്ചയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിവരം.